നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ദേവഗണങ്ങളായ ഈ നക്ഷത്രജാതകർക്ക് ഇനി കുതിപ്പിൻ്റെ നാളുകൾ. ജീവിതം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെതും ആകണമെന്ന് കൊതിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. ദുരിതങ്ങൾക്ക് ശക്തി കൂടുമ്പോൾ എനിക്കിങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് സഹതപിക്കും. എന്നാൽ ദേവഗണങ്ങളായ ഈ നക്ഷത്രജാതകർ ഭാഗ്യം നേടും. ഇവർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും. ഇവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം ഇവരെ സമ്പൽ സമൃദ്ധിയിൽ കൊണ്ടെത്തിക്കും. സൗഭാഗ്യങ്ങൾ വന്നു നിറയും. ആഗ്രഹങ്ങൾ നേടും. വ്യാഴത്തിൻ്റെയും ബുധൻ്റെയോ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായിരുന്നാൽ ഇവർ അത്യുന്നതങ്ങളിൽ എത്തും. അത് യാഥാർത്ഥ്യമാകുകയാണ്. ഭാഗ്യത്തിലേക്ക് ഇവർ കടക്കുകയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കാൻ പോവുകയാണ്. ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് വരാനിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. ജോലി ലഭിക്കാതിരുന്നവർക്ക് ജോലി ലഭിക്കും. വസ്തുവകകൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് വാങ്ങുവാനുള്ള യോഗം ലഭിക്കും. മക്കളെ വിദേശത്തയച്ച് പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച മാതാപിതാക്കൾക്ക് അത് നടക്കുന്ന സമയം. ദുരിതങ്ങൾ ഒക്കെ മാറുന്ന സമയം. ശത്രുശല്യം അവസാനിക്കുന്ന സമയം. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഈ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രജാതകർ നേടിയെടുക്കും. ഇവർക്കിനി ഭാഗ്യമാണ്. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. സത്യവും ദയയുമുള്ളവരാണിവർ. ജ്ഞാനം ഒരുപാടുള്ളവരാണ്. ഒത്തിരി സമൃദ്ധിയിലേക്കാണ് ഇവർ എത്തുന്നത്. ആർക്കും ദാനധർമ്മം നൽകുവാൻ മനസ്സുള്ളവരാണ് ഇവർ. ദൈവഭക്തി ഇവരുടെ പ്രത്യേകതയാണ്. എല്ലാ രീതിയിലും ഒരുപാട് നേട്ടമാണ് ഇവർക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നത്. പരോപകാരം നൽകുന്നതിൽ ഇവർ മുന്നിലാണ്. ആ നക്ഷത്രജാതകർ ഇവരാണ്. ഇവർ ഭാഗ്യം ചെയ്തവരാണ്. ഇവരുടെ മുൻജന്മ സുഹൃതം എന്ന പോലെ മുൻജന്മത്ത് ഇവരുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ ഇവരുടെ പിതാമഹന്മാർ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലവുമാകാം ഈ നക്ഷത്രജാതകർ ഇനി രക്ഷപ്പെടുന്നതിൻ്റെ കാരണം. ആ നക്ഷത്രജാതകർ ഇവരാണ്: അശ്വതി, മകീരം, പുണർതം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി. ഇവർ ദേവഗണത്തിൽ ജനിച്ചവരാണ്. സത്യവും ദയയുമുള്ളവരാണ്. ദാനം നൽകാൻ വിധിക്കപ്പെട്ടവരാണ്. ദാനധർമ്മങ്ങളിൽ മുന്നിൽ നിൽക്കുന്നു ഈ നക്ഷത്രജാതകർ. നല്ല ജോലി, നല്ല പദവി ഇവർക്ക് ലഭിക്കും. രാജതുല്യമായി വാഴാൻ ഇവർക്ക് കഴിയും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. താൻ അറിയാത്തതായ പല വിഷമതകളും ഇവർക്ക് വന്നു ചേരുന്നു. മനസ്സിന് വളരെ വേദനയുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി അസ്വസ്ഥതകൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. വർദ്ധിച്ച ചിലവുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. മനോവേദന, പുത്രദുരിതം, മൊത്തത്തിൽ ഒരു കഷ്ടകാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ മാറാൻ പോകുകയാണ്. ഇനി സമൃദ്ധി ആഘോഷിക്കും. നേട്ടങ്ങൾ ഒത്തിരി വന്നു ചേരും. ജീവിതം മാറും, ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതം മാറിമറിയും. അശ്വതിക്കും മകീരത്തിനും പുണർത്തത്തിനും പൂയത്തിനും അത്തത്തിനും ചോതിക്കും അനിഴത്തിനും തിരുവോണത്തിനും രേവതിക്കും നല്ല സമയമാണ്. ഇവർ ദേവഗണത്തിൽ ജനിച്ചവരാണ്. സത്യവും ദയയുമുള്ളവരാണ്. ഭാഗ്യത്തിലേക്ക് കടക്കും. ജ്ഞാനം ഒരുപാടുള്ളവരാണ്. ഒത്തിരി പേരെ മനസ്സിലാക്കുവാനുള്ള കഴിവുള്ളവരാണ്. സൗഭാഗ്യം വന്നു നിറയട്ടെ. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കട്ടെ. വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും യോഗം ഇവർക്ക് വന്നു ചേരട്ടെ. നല്ലതുകൾ വരുവാൻ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ